ഇത് അടുത്ത ചായയുടെ കൂടെ ഇന്ന് മോൻ വരുമ്പോഴത്തേനെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേന് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാം. അതിനുള്ള ആദ്യം അടപ്പത്താണ്ട വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെറ്റാക്കും. ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്തോയി? കിണ്ണത്തപ്പം ഇല്ലേ? കിണ്ണത്തപ്പം. വെള്ളം വെച്ച് തിളയ്ക്കാനുള്ള അത് അടച്ചു വെച്ചേരേ. അന്നേരം അതിനുള്ള സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെ ചേരുവകളാണെന്നും ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന്. വെള്ളം അടച്ചു വെച്ചോ. ശരി. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത്? ഇതിനകത്ത് തേങ്ങയുണ്ട്, ഏലക്ക, പഞ്ചസാര, ഉപ്പ്, അരിപ്പൊടിയല്ലേ? അരിപ്പൊടി, അരി വെച്ചിട്ട്. അരി കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോവാണ്. രാവിലെ ഞങ്ങൾ അരി ഈസ്റ്റ് രാവിലെ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഒരു 3-4 മണിക്കൂറായി ഇത് വെച്ചിട്ട്. വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രത്തിനകത്ത് ഇത് സൈഡിലും കൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ തേച്ച് വെച്ചേക്കും കേട്ടോ പാത്രത്തിനകത്ത്. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം ഏലക്കയുടെ. ഏലക്കയുടെ നല്ല മണമുണ്ടേ. കുറച്ചുകൂടെ ഒഴിക്കാല്ലേ? രണ്ടായിട്ടല്ലേ എടുക്കാൻ പറ്റൂ? രണ്ടായിട്ട് എടുക്കാം. ഇത്രയും ഇല്ലാത്ത ഒഴിക്കല്ലേ? കുറച്ച് മതി, കുറച്ച്. അതിൽ ആവി കയറി വേവണ്ടേ? അതിൽ വേവുന്നതിന് മാത്രമല്ല ഈസ്റ്റൊക്കെ ഇട്ടൊക്കെ. അന്നേരം പൊങ്ങി വരുമ്പോഴത്തേന് ശരി. വെള്ളം ചൂടായിട്ട് വേണം വെക്കേണ്ടത് ഇല്ലേ? വെള്ളം തിളച്ചിട്ടായാലും ചൂടായിട്ടായാലും വെക്കാം. വെള്ളം ചൂടാവട്ടെ. വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട് ഗെയ്സ്. അന്നേരം ഇനി അതിനകത്ത് ഇറക്കി വെക്കേ. വെച്ചേ. പിന്നെ നമുക്ക് ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു 10-20 മിനിറ്റ് കഴിയും. അരമണിക്കൂർ. 20 മിനിറ്റ് ഉണ്ട് നമ്മൾ അല്ല തീ എരിയില്ലേ, അന്നേരം ഒരു അരമണിക്കൂർ കഴിയും. പണ്ട് എനിക്കിത് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. പണ്ടെന്ന് വെച്ചാൽ നേരത്തെ അറിയത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ചതാട്ടോ. എങ്ങനെയൊക്കെ വെച്ചാലും കുളമാകുമായിരുന്നു. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം വെന്തിട്ടുണ്ട്. എടുത്ത് നോക്കേ. കണ്ട സെറ്റായിട്ടുണ്ട്. അത് ഈ പപ്പടം കുത്തി വെച്ചേ നമ്മൾ വെന്തോന്ന് അറിയാൻ വേണ്ടി അതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി നോക്കും. അന്നേരം അത് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തു എന്നുള്ളതാണ്. ഇവിടെ ഇട്ടു, ഈ വെട്ടത്തോട്ട് വെക്ക്. ഓട്ട് ഭയങ്കര ചൂടാ. സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് കറക്റ്റ് വെന്ത് വേവായിട്ടുണ്ട്. തണുക്കണം. നമ്മൾ പാത്രത്തിൽ നിന്ന് അത് വിട്ടു വന്നു കേട്ടോ. വെളിച്ചെണ്ണ വെച്ചോണ്ടേ പാത്രത്തിൽ നിന്ന് വിട്ടു വന്നു. ഇനി